ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവർ 3D. അപ്പം ഞാൻ ഇത് കളിക്കുന്നത് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോകാനാണ്. കാരണം നമ്മുടെ പഴയൊരു വീടുണ്ടല്ലോ, പഴയൊരു വീട് മൊത്തം വെള്ളമൊക്കെ വറ്റിയതുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു വീട് വാങ്ങിക്കാൻ നോക്കിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീട് വാങ്ങിക്കാൻ നമ്മുടെ വീടൊക്കെ ഞാൻ കറങ്ങാൻ വന്നതാണ്, വീടൊക്കെ നോക്കാൻ വന്നതാണ്. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ വെളിയിരിക്കുന്ന കണ്ടോ, വെളിയിരിക്കുന്ന എൻ്റെ ബൈക്ക് കണ്ടോ, പുതിയൊരു യമഹ വി മാക്സ് ആണ്. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലൊരു യമഹ വി മാക്സ് ഉണ്ട്. അത് ഞാൻ ഈ വീട് വാങ്ങിച്ചപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നു ഗേസ്. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് വണ്ടി. അപ്പോഴും ഗേസ് അത് ഞാൻ ഓട്ടിച്ച് നിന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഓഫർ കണ്ടത്, ഈ ഒരു വീട് വന്നത് ഗേസ്. അപ്പം ഞാൻ ഈ ഒരു വണ്ടി പൊട്ടിക്കാൻ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീട് കാണാൻ പോയപ്പോൾ ഈ വണ്ടിയാണ് എടുത്തിട്ട് പോയത്. അപ്പം ഈ വണ്ടി പോയപ്പോഴത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അതുകൊണ്ട് ഫ്രണ്ടിലെ ലൈറ്റൊക്കെ പൊട്ടി. അപ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ടിലത്തെ ലൈറ്റ് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ പൊട്ടിച്ചത്. നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയിട്ട് നമ്മുടെ കുറച്ച് ഹെൽത്ത് പോയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് പോകാം. അപ്പം നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. എനിക്ക് ഏകദേശം വഴിയൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഓണർ പറഞ്ഞത് എന്താ, ഒരു എയർപോർട്ടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത്. അപ്പം എയർപോർട്ട് എവിടെയാണെന്നറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല, സീനില്ല. അതുകൊണ്ട് നേരെ കാണുന്നുണ്ട്. അപ്പം നേരെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ഉണ്ട്. അതാട്ടോ വീട്, കണ്ടോ, അവിടെ ഒരു വെള്ള വീട് കണ്ടോ, അതാണ്ടോ. ഓക്കെ, എൻ്റെ മോനെ എത്ര ചേർട്ടും എത്ര ഇടിച്ചിട്ട് ഈ ബൈക്ക് പൊട്ടിയില്ല ഗൈസ്. ആ ഒരു ലംബോർഗിനിയുടെ ബാക്ക് ബമ്പറിൽ പോയാണ് ഇടിച്ചത്, എന്നിട്ടൊന്നും പറ്റിയില്ല. ഇത് ഞാൻ അത്രയ്ക്ക് വില കൊടുത്ത് വാങ്ങിച്ച ഗൈസ്. വിലയല്ല, സോറി, ഞാൻ എന്തൊരു കൂട്ടുകാരൻ തന്നതാണ് വില. സോറി കേട്ടോ അങ്ങനെ പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരൻ്റെ ഇത് വാങ്ങിച്ചാണ്. അപ്പോൾ നമ്മൾ നീന്താം ഗൈസ്. കുളിച്ചിട്ട് നമുക്ക് എണ്ണിക്കാം. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഒരു കയോഗനസ് കണക്കൊരു വണ്ടിയുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ആയിരുന്നു ഞാൻ കണ്ടത്, കണ്ടോ ഗൈസ്. നമുക്കൊരു കയോഗനസ് കാറ് കിടക്കുന്നത് കൊണ്ട് കൊള്ളാമല്ലോ. നമുക്ക് ഓണർ ഗിഫ്റ്റായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഞാനിങ്ങനെ നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കത്തുന്ന ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയത് കയോഗനസ് കണക്കൊരു കാറ് ഗൈസ്. കയോഗനസ് കാറ് ഇവിടെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നുണ്ട്. അതേ ഗൈസ്, ഇത് കയോഗനസ് തന്നെ. അതിൻ്റെ ബാക്കിലെ ബമ്പറൊക്കെ കറക്റ്റ് സെയിം ആയിരുന്നു, അതുകൊണ്ട് കയോഗനസ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കി വെച്ചേക്കാം. കയോഗനസിനുള്ള ആക്സിഡൻറ്റ് പറ്റിയല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ കാറ് കാണത്തുണ്ട്. അത് നമ്മൾ പൊട്ടി പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരത്തില്ല, അത് മാഞ്ഞു. അപ്പോൾ നമുക്ക് കാറിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് AC കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയത്. അകത്തോട്ട് കയറാം ഗൈസ്. അകത്ത് കുറച്ച് നേരം ബെഡിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ മുകളിൽ പോയി നോക്കാം ഗൈസ്. TV ഉണ്ട്, ഈ വീട്ടിൽ TV ഉണ്ട്, AC ഉണ്ട്, ഫാനുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഫാൻ ഓൺ ചെയ്യണമെങ്കിൽ ഒരു ഫാൻ ഓണെന്ന് RJ സ്റ്റൂളിൽ അടിച്ചു കൊടുക്കണം. RJ സ്റ്റൂൾ എടുത്തിട്ട് ഫാൻ ഓണെന്നും പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഫാൻ ഓണാവും ഗൈസ്. ഓക്കെ ഗൈസ്, ഫാൻ ഓണെന്ന് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫാൻ ഓൺ ചെയ്ത് ഷാഡോയിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ. നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാം ഗൈസ്. കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അരമണിക്കൂറായി നമ്മളിന്ന് ഇങ്ങനെ കിടന്ന് വിശ്രമിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് നമുക്ക് ഇനി മുകളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, മുകളിൽ മുക്കാൽ ജിമ്മാണ് കേട്ടോ. മുകളിൽ കുറച്ച് ജിമ്മൊക്കെയാണ് വലിയ കണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കാം. ഇവിടെയും ജിമ്മൊക്കെ തന്നെ, ഇവിടെയും ജിമ്മ് തന്നെ.
നമുക്ക് ആ ഓടുന്ന സംഭവത്തിൽ കയറിയിട്ട് എക്സസൈസ് ചെയ്യാൻ ഗൈസ്. ആദ്യം കയറാം. ഞാൻ എക്സസൈസ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് കണ്ടോ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ മണ്ടക്കോട്ട് കയറുകയാണ്. അപ്പോൾ നമുക്ക് നേരെ താഴെ പോയിട്ട് നമ്മുടെ കയഗ്നസ് എടുത്തിട്ട് നമുക്കുണ്ടല്ലോ കയഗ്നസ് എടുത്തിട്ട് നമുക്ക് റൈഡ് പോവാം ഗൈസ്. നമുക്ക് റൈഡ് പോവാം. ഇനി നമ്മൾ എത്ര ചത്താലും നമുക്കൊന്നും പറ്റത്തില്ല. കാരണം അതായത് നമ്മളിപ്പോൾ എത്ര ദൂരത്തും താഴെ വീണാലും നമുക്ക് ഒന്നും പറ്റത്തില്ല. അതായത് നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയിടും, ഇൻഫിനിറ്റി ഹെൽത്ത്. അതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇതാണ്ട് കിടക്കണം പുത്തൻ പുതിയ കയഗ്നസ് കാറ്. കിടിലോ അല്ലേ, ലുക്കൊക്കെ വേറെ ലെവല്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഓക്കെ, നമുക്ക് വളയ്ക്കാം. ഇവിടുത്തെ കാറ് നേരത്തെ പൊട്ടിത്തെറിച്ച കാറുണ്ടല്ലോ, അത് മാഞ്ഞു പോയിട്ടുണ്ട്. അതിന് പൊട്ടിത്തെറിച്ച കാർ അങ്ങനെ തോനെ നേരം ഇരിക്കത്തില്ല, ഒരു 5 സെക്കൻഡ്സ് 6 സെക്കൻഡ്സ് ഒക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നേരത്തെ പൊട്ടിത്തെറിച്ച കാർ അവിടുന്ന് മാഞ്ഞു പോയി. ഞാൻ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് വളച്ചേ ഉള്ളൂ, അപ്പോൾ തന്നെ കിടന്ന് കറങ്ങി. കിടിലൻ കാറ് കേട്ടോ. നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കാർ ഷോറൂമിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് പോവാം. അപ്പം നമുക്ക് പോവാം. കാഷ് ബൈ അതാണ് ഞാൻ അടിച്ചത്. കാഷ് ബൈ എന്നാട്ടോ അടിച്ചത്. കാഷ് ബൈ. ഓക്കെ ഗൈസ്, കാഷ് ബൈ നിന്നും അടിച്ചു നോക്കിയിട്ടൊന്നും കാഷ് ബൈ എന്ന് അടിച്ചു നോക്കിയിട്ട് ഒരു മിസ് കോൾ കൊടുത്തു. പിന്നെ ഒന്നും കൂടി നമുക്ക് അടിച്ചു നോക്കാം ഗൈസ്. ഓക്കെ, കാറൊന്ന് അടിച്ച് ബയ്യെന്നടിക്കും. അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അടിച്ചെടുത്ത് വിളിച്ചത് ചേട്ടാ നമുക്ക് പോകാം അപ്പോൾ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാറാണെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ബുഗാട്ടിയായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ആക്സിഡൻറ്റ് പറ്റുന്ന തൊട്ട് മുമ്പ് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത്. വിളിച്ചു പറഞ്ഞു അപ്പം വിളിച്ചു പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചായിരുന്നു. അപ്പം വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഈ കാറ് വന്നിടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഏത് കാറാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കയഗ്നസ് ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ കയഗ്നസ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പം കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് നമുക്ക് ഇനി ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം കേസ്. കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം നമ്മൾ തൊട്ടടുത്തുണ്ട്. ഇനി അവൻ്റെ എൻട്രൻസ് അവിടെ കൂടി തപ്പണം. അതുകൊണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തൊട്ടിപ്പുറത്ത് കണ്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം കണ്ടോ കേട്ടോ. നമുക്ക് ഈ വഴിത്തൊന്ന് പോയി നോക്കട്ടെ. ഞാൻ ഇറങ്ങി തിരിച്ച് കയറി. നമുക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കാം. എൻ്റെ എൻട്രൻസ് എവിടെ നിന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ എല്ലായിരിക്കും എൻട്രൻസ്. അവർ പറഞ്ഞത് ഇവിടെ ഒരു മഞ്ഞ ബിൽഡിംഗ് ഉണ്ട്, മഞ്ഞ നീലമായിട്ടുള്ള മിക്സ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. അവിടെ അതിൻ്റെ ബാക്കിലുള്ള സൈഡിലോ വല്ലതും കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തപ്പാം ഗൈസ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നിർത്തി വെച്ചു. പെട്രോളെല്ലാം തീർന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്ഥലം എത്തിയത് കണ്ടോ എവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് ആ വണ്ടി എടുക്കാം. ഓക്കെ, ആ വണ്ടി എടുക്കുന്നത് സെറ്റ് വണ്ടി കേട്ടോ. ജസ്റ്റ് നോക്കിയിട്ടെടുക്കാം. ഓക്കെ,
കണ്ടോ ടയറിനൊക്കെ കുറച്ച് മാറ്റമുണ്ട്. ഈ വണ്ടി കൊണ്ടുപോകാം വണ്ടി കൊണ്ടുപോകാം. നമുക്ക് ഇതിൻ്റെ വെളിയിൽ പോയിട്ട് വേണം നമുക്ക് നേരെ വീട്ടിൽ പോകണം. നേരെ വീട്ടിൽ പോയിട്ട് ഈ കാറ് കൊണ്ടിടാം. ഓക്കെ, നമുക്ക് 2 വഴി ഇവിടെ ഉണ്ട്. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ ഈ വഴി ഷോർട്ട് കട്ടാണ് കേട്ടോ. നമ്മൾ ആ വീടിന് ജസ്റ്റ് വളച്ചിട്ട് നേരെ വന്നതാണ്. ഞാൻ നേരെ വന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിമ്പിൾ വഴി കൂടെ വരാൻ പറ്റാത്തത്. അതായത് പെട്ടെന്ന് വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ നേരെ വന്നത് കൊണ്ടാണ് ഇത്രയും പാടുപെട്ടത് ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ നമ്മൾ അല്ലാതെ സിമ്പിളായിട്ട് ഈ വഴി കൂടെ വരാനാണ്. സിമ്പിളായിട്ട് നമുക്ക് ഈ വഴി കൂടെ വരാനുണ്ട്. ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ വഴി കേട്ടോ. ഞാൻ വഴി തെറ്റി. ഈ വഴിയായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാൻ നോക്കിയതായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നേരെ ആണെന്ന് പറഞ്ഞ് നേരോട്ട് പോയി. പിന്നെ ഓർത്തത് എയർപോർട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് വഴി തെറ്റി. പിന്നെ നമുക്ക് നേരെ കാർ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിനി നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം. പിന്നെ നമുക്കത് പാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.